ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. നമ്മൾ ഇന്നൊരു കുഞ്ഞ് യാത്രയ്ക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങോട്ടാണെന്നല്ലേ, ഇന്ന് നമ്മൾ തൃശ്ശൂരിൽ നിന്നും കൊല്ലത്തേക്കുള്ള ട്രെയിൻ യാത്രയാണ്. അപ്പോൾ ഞാൻ ട്രെയിനിലേക്ക് കയറിയപ്പോൾ ഇതിനെ കണ്ട മനോഹരമായ കാഴ്ചകൾ ഞാൻ എൻ്റെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ. നമുക്ക് ഒരുമിച്ചൊന്ന് സഞ്ചരിച്ചാലോ തൃശ്ശൂരിൽ നിന്ന് കൊല്ലത്തേക്ക്? ഇതാ നോക്കൂ, എനിക്ക് സീറ്റ് കിട്ടിയത് നമ്മുടെ ആ ഡോറിൻ്റെ സൈഡിലുള്ള സീറ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പോയപ്പോൾ കുറേ ഭംഗിയുള്ള കാഴ്ചകൾ നേരിട്ട് വളരെ സുഖമായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. സൈഡിലേക്ക് നോക്കിയാൽ മതിയല്ലോ. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരുപാട് കായലുകളും അതുപോലെ തന്നെ പുഴകളും തോടുകളും പാടങ്ങളും കുന്നുകളും എല്ലാം നമ്മുടെ മുന്നിൽ കൂടി ഇങ്ങനെ കടന്നു പോകും അല്ലേ? ഈ ഒരു കാഴ്ച കണ്ട് എന്താ തോന്നുന്നത്? അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു മെയിൻ ഡോറിൻ്റെ സൈഡിൽ നിന്നും ഇപ്പുറത്തേക്ക് നീങ്ങുന്നത്. അപ്പോൾ ജനലിൻ്റെ സൈഡിൽ കൂടിയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. നല്ല ഭംഗിയല്ലേ ഇങ്ങനെ ട്രെയിനിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ കായലും ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു തോടുകളൊക്കെ കാണാനായിട്ട്. പക്ഷേ കായലിൻ്റെ കൂടി പോകുമ്പോൾ ചെറിയൊരു പേടി നമുക്ക് ഫീൽ ചെയ്യും ഇല്ലേ? പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മളത് മറന്നു പോകും കേട്ടോ. നമ്മൾ വേറെ ഏതോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഏതോ ലോകത്തേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ പറന്ന് പോണ പോലെ നമുക്ക് തോന്നും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതായത് കണ്ടോ, അത് കഴിഞ്ഞു, ആ ഒരു ഭാഗം കഴിഞ്ഞു ഉടനെ പിന്നെ കാണുന്നത് മനോഹരമായ പുൽത്തകിടികൾ, പിന്നെ വീടിൻ്റെ ഭാഗങ്ങൾ. ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ പോകുമ്പോൾ ഓരോരോ കാഴ്ചകൾ നമ്മുടെ കൺമുന്നിൽ കൂടി ഇങ്ങനെ കടന്നു പോകും. ഇത് റബ്ബർ തോട്ടമാണ് കേട്ടോ ഈ കാണുന്നത്. കുറച്ച് ഏരിയ ആണ് ഇങ്ങനെ റബ്ബർ തോട്ടവും അതിൻ്റെ താഴത്തെല്ലാം പശുക്കളൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ കഴിച്ച് ഇങ്ങനെ നിൽക്കുന്നതും ഇതൊക്കെ നമ്മൾ കാണുന്നത്. ഇത് കണ്ടോ, വേറൊരു വ്യത്യസ്തമായ ഭൂപ്രകൃതി. ശരിക്കും പറഞ്ഞാൽ എത്ര മനോഹരമാണ് നമ്മുടെ നാട് അല്ലേ? ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും വീണ്ടും അത് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം നമ്മുടെ കേരളം സുന്ദരമാണ്. എന്നാലും ഇങ്ങനെ ട്രെയിനിൽ കൂടിയും ബസ്സിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ പല 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 ഭൂപ്രകൃതികൾ കാണുമ്പോൾ നമ്മളൊരു നിമിഷം ചിന്തിച്ച് പോലും എന്തൊരു ഭംഗിയാണ് നമ്മുടെ നാട് കാണാൻ അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാലും വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുന്നു ഇത്തരം യാത്രകളെല്ലാം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇത് കണ്ടോ, വീടുകളും അതുപോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു വീടുകളുടെ ഭാഗം കഴിയുമ്പോൾ പിന്നെ കാണുന്ന പാടമായിരിക്കും. അത് കഴിയുമ്പോൾ കാണുന്ന ചെറിയ ചെറിയ കുന്ന്, പിന്നെ കാണുന്ന ചെറിയ തോട്ടങ്ങൾ, പിന്നെ കാണുന്നത് കായലുകൾ. അങ്ങനെ വ്യത്യസ്തമായ തരത്തിലുള്ള ഭൂപ്രകൃതിയെല്ലാം നമുക്കിങ്ങനെ യാത്രകളിൽ കാണാൻ സാധിക്കും. ശരിയല്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ട്രെയിൻ യാത്ര. എൻ്റെ എത്ര കൂട്ടർക്ക് ട്രെയിൻ യാത്ര ഇഷ്ടമാണ്? ഇത് കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാവോ? പലപ്പോഴും നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു ഭംഗി നമ്മുടെ കണ്ണുകളിൽ കൂടി ഇങ്ങനെ കടന്നു പോകുമ്പോഴും നമ്മൾ ചിലപ്പോൾ വേറെ വേറെ പല കാര്യങ്ങളിലേക്കും ആലോചിച്ച് ഇങ്ങനെ ഇരുന്നു. അതിപ്പോൾ സൈഡ് സീറ്റിലാണെങ്കിലും നടുവിലത്തെ സീറ്റിലാണെങ്കിലും ഏറ്റവും അറ്റത്തെ സീറ്റിലാണെങ്കിലും എല്ലാം ഇങ്ങനെ തന്നെയാണ്. ട്രെയിനിൽ ഇങ്ങനെ കാലൊക്കെ നീട്ടി നമ്മൾ സുഖമായിട്ട്, പ്രത്യേകിച്ച് ഒരു സ്ലീപ്പർ ട്രെയിനിൽ കൂടിയാണെങ്കിൽ നമ്മൾ ഏതോ കാര്യങ്ങൾ, നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പോകും. പ്രത്യേകിച്ചും സൈഡ് സീറ്റിലാണെങ്കിൽ ഈ കാഴ്ചകളൊക്കെ നമ്മുടെ കൺമുന്നിൽ കൂടി പോകുന്നുണ്ടെങ്കിലും മനസ്സ് ചിലപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലേ? പിന്നെ നമ്മൾ പെട്ടെന്ന് ആ ഒരു ചില സമയങ്ങൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സ് വീണ്ടും ഇതിനകത്തേക്ക് വരുമ്പോഴാണ്, ഇത്രയും ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കൺമുന്നിൽ കൂടി കടന്നു പോയല്ലോ, ഞാനിങ്ങനെ ആലോചനയിലായിരുന്നല്ലോ എന്നൊക്കെ ഓർത്ത് പോണത്. ശരിയല്ലേ ഞാൻ പറയുന്നത്? ഇത് കണ്ടോ, വീടുകളുടെ ഭംഗിയും ഇതൊക്കെ നമുക്കിങ്ങനെ കാണാം. ചില സ്ഥലങ്ങളിൽ പച്ച പുൽത്തകടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഇളം പച്ച പുൽത്തകടികളാണ്. എന്നാൽ അതിൻ്റെ ഏറ്റവും പുറകുവശത്തായിട്ടോ കരിപ്പച്ച കളറിലുള്ള മരങ്ങളും. ഇങ്ങനെ വ്യത്യസ്തമായ പച്ച കളറുകൾ, ആദ്യം ഇളം പച്ച, പുറകിലേക്ക് പോകുമ്പോൾ കരിപ്പച്ച, ഇങ്ങനെയുള്ള പല നിറവർണ്ണങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഓരോ റെയിൽവേ സ്റ്റേഷനുകൾ, ഇത് കണ്ടോ, നമ്മൾ കുറേ കൂടി കഴിയുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. അവിടെ ട്രെയിൻ നോക്കിയിരിക്കുന്ന ഒരുപാട് യാത്രക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ ട്രെയിൻ അവിടെ നിർത്തുകയാണെങ്കിൽ ഇതിൽ കയറാനായിട്ട് ആളുകൾ ഓടി വരുന്നതും ഇതിൽ നിന്നും ഇറങ്ങുന്ന കാഴ്ചകളും എല്ലാം നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കും. അപ്പം നമ്മൾ അവരെയും കൂടി നോക്കും, ഇവരൊക്കെ ഇങ്ങോട്ടുള്ള ആൾക്കാരാ അല്ലേ? നമുക്കൊന്നും പരിചയമില്ല, എന്നാലും അവരെല്ലാവരും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ട്രെയിനിലേക്ക് കയറുന്നു, ഓരോ ആവശ്യകതകൾക്ക് വേണ്ടി ട്രെയിൻ ഇറങ്ങുന്നു. അങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇത് കണ്ടോ, നല്ല മഞ്ഞ പുൽത്തകടി, അതായത് പരവതാനി വിരിച്ച നെൽപ്പാടങ്ങൾ, മഞ്ഞ പരവതാനി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം അല്ലേ? അങ്ങനത്തെ നെൽപ്പാടങ്ങൾ. അപ്പോൾ ഒരു ഭാഗത്ത് ഇളം പച്ച, നടുക്ക് മഞ്ഞ, അത് കഴിയുമ്പോൾ കരിപ്പച്ച, അങ്ങനെയുള്ള വർണ്ണങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എനിക്കിന്ന് ഈ ട്രെയിൻ യാത്രയിൽ സൈഡ് സീറ്റാണ് കേട്ടോ കിട്ടിയത്. എനിക്കും ഹസ്ബൻഡിനും മോൾക്കും 3 പേര് ഇരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഇരുന്നത് ആ ഡോറിൻ്റെ സൈഡിലായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം അത്രയും വിശാലമായിട്ട് കായലൊക്കെ എനിക്ക് എൻ്റെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. പിന്നെ ഞാൻ സൈഡ് സീറ്റിലേക്ക് നീങ്ങിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടോട്ട് മാറിയിരിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പുറത്തേക്ക് നീങ്ങിയിരുന്നു. ഇവിടെയൊക്കെ പുൽത്തകടികളൊക്കെ കുറച്ച് ഉണങ്ങി കേട്ടോ, നല്ല ചൂടല്ലേ ഇപ്പോൾ. അതുകൊണ്ട് കുറച്ച് വെയിൽ കൊണ്ട് പാടശേഖരമൊക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ അതൊക്കെ ഇത്തിരി ഉണങ്ങി തുടങ്ങി.
അപ്പോൾ എനിക്കിന്ന് ജനലിൻ്റെ സൈഡിലിരിക്കാൻ സാധിച്ചതൊരു കുറേ കൂടി എനിക്ക് സന്തോഷം. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും നമുക്ക് വിൻഡോ സീറ്റ് കിട്ടാനായിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മൾ ഏതിൽ യാത്ര ചെയ്യുമ്പോഴും ബോട്ടിനാണെങ്കിലും ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഒക്കെ നമുക്ക് വിൻഡോ സീറ്റിലിരിക്കാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. കാരണം കുറേ കൂടി അടുത്ത് നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുമല്ലോ, നമ്മുടെ കണ്ണിന് നേരെ മുന്നിൽ തന്നെ കാണുവാൻ നമുക്ക് സാധിക്കും അല്ലേ. ട്രെയിൻ ഒന്ന് കുറച്ച് നിർത്തിയിട്ട് കേട്ടോ, എനിക്ക് തോന്നുന്നു വേറൊരു ട്രെയിൻ അപ്പുറത്തോടെ പാസ് ചെയ്ത് പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ട്രെയിൻ ഒന്ന് നിർത്തിയിട്ടേക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നിർത്തിയിട്ടു മറ്റേ ട്രെയിൻ അപ്പുറത്തോടി പോയി വീണ്ടും നമ്മൾ യാത്ര തുടരുന്നു. ഇതടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ട്രെയിൻ നിർത്തുന്നില്ല കേട്ടോ. അപ്പോൾ നീ അപ്പുറത്ത് കണ്ടോ ഒരു ട്രെയിൻ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ വ്യത്യസ്തമായ അനുഭവങ്ങൾ തന്നെയാണ് നമുക്ക് തരുന്നത്. വീണ്ടും അത് കഴിയുമ്പോൾ നല്ലൊരു കായൽ നോക്കൂ, ചുറ്റും നല്ല മരങ്ങളും പ്രത്യേകിച്ചും തെങ്ങുകളാണ് കൂടുതൽ. നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു നാമം അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള കാഴ്ച ഭംഗിയാണ് നമ്മളിവിടെ കാണുന്നത്. കേരം അല്ലേ, കേരവൃക്ഷങ്ങൾ ഒരുപാട്. പിന്നെ ഈ ഭാഗമൊക്കെ ശരിക്കും പറഞ്ഞാൽ കൊല്ലം ആവാറായി കേട്ടോ. ആ മൺട്രോ തുരുത്ത് ആ ഭാഗമൊക്കെയാണ്. നല്ല രസമുള്ള കണ്ടൽ കാടുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു മനോഹരമായൊരു ദൃശ്യം തന്നെയാണ് കേട്ടോ ഈ കണ്ടൽ കാടുകൾ. ഇതിന് മൺട്രോ തുരുത്തിൽ കൂടുതലും കണ്ടൽ കാടുകളാണ്. നമുക്കിതിൽ കൂടി ഒരു സഫാരിയൊക്കെ നമുക്ക് നടത്താം കേട്ടോ വേണമെങ്കിൽ. ഞാൻ പോയിട്ടുണ്ട് ഇതിന് മുമ്പ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ട്രെയിൻ യാത്രയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വാഴ കൃഷി, തെങ്ങും തോപ്പുകൾ, കായലുകളുടെ വീടുകൾ, പിന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന കുറേ യാത്രക്കാരും, അവരെയൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. അത്ര തന്നെ അവരും പല പല ഓർമ്മകളിലാണ്. അവരും ഇതുപോലെ തന്നെ അവരുടേതായ കാര്യങ്ങളും ചിന്തിച്ച് ഈ ഭംഗി കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ എങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു, ചിന്തകളെല്ലാം ഒരുപാട് അല്ലേ. എല്ലാ ആളുകൾക്കും പല പല വ്യത്യസ്തമായ ചിന്തകൾ. റെയിൽവേ ട്രാക്കിന് ഈ ഭാഗത്തെത്തിയപ്പോൾ ഒരുപാട് റെയിൽവേ ട്രാക്കുകളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ്? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ലൈക്കും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു വാല്യുബിൾ കമൻറ്റ്സ് പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ്. സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്. ബൈ ബൈ.